എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. ഇന്ന് വിഷു ജ്ഞാനത്തിൻ്റെ ഒരു ദിവസമാണിന്ന്. ഞാനും നീയും ഈ പ്രകൃതിയും പ്രകൃതി വിഭവങ്ങളും എല്ലാം ഒന്ന് തന്നെ എന്ന് സ്മരിക്കുന്ന ഒരു സുദിനം. അതായത് ഈശ്വര ചൈതന്യം തന്നെയാണ് ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചവും നമ്മൾ ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചം. അത് പ്രത്യേകം ഓർമ്മിക്കണം. നമ്മളുടെ ജ്ഞാനത്തിനാണ് ഈ ദിവസം പ്രാധാന്യം കൊടുക്കുന്നത്. ഞാനും ഈശ്വരനും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. എല്ലാം ഒന്ന് തന്നെയാണ്. അത് പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ അത് ഓർമ്മിക്കണം. എല്ലാം ഒന്ന് തന്നെ, എല്ലാ വിഭവങ്ങളും ഒന്ന് തന്നെ, ഞാനും ഒന്ന് തന്നെ. ഇവിടെ വേറെ ഒന്നുമില്ല, ഞാനും ഈശ്വരനും മാത്രം. ഇതാണ് ഇന്നത്തെ സന്ദേശം. ഇതിൽ യാതൊരു മതമോ ജാതിയോ അല്ലെങ്കിൽ ഒന്നുമില്ല. ഈശ്വരനും ഞാനും ഈ പ്രപഞ്ചവും. അതുകൊണ്ട് ഈ ദിവസത്തെ എല്ലാവരും ഓർമ്മിക്കുക. ഇത് ഋഷീശ്വരന്മാർ പറയാതെ പറയുന്ന ഒരു ജ്ഞാനമാണ്. അത് മനസ്സിലാക്കുക. അത് മനസ്സിനെ പൂർണ്ണമായിട്ടും ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണിത്. ഇതിൽ നമ്മളുടെ മനസ്സിലുള്ള ആസുര ചിന്തകൾ മുഴുവനും അപ്രത്യക്ഷമാകുന്നതാണ്. ശരിയായ രീതിയിൽ ഇത് തുടർന്നാൽ, ഇത് സ്മരിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും ശുദ്ധമായ ഒരു മനസ്സോട് കൂടിയിട്ടുള്ള ഒരു മനുഷ്യനായി മാറും. ഇത് ഇല്ല എങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾക്കറിയാം. ഇന്ന് ലോകരാജ്യങ്ങൾ മുഴുവൻ ജനങ്ങൾ സ്വാതന്ത്ര്യം കിട്ടാതെ കഷ്ടപ്പെടുകയാണ്. പല മതത്തിൻ്റെ പേരിൽ, പല രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ ജീവിതത്തെ ചൂഷണം ചെയ്യുകയാണ് പല രാജ്യങ്ങളും ചെയ്യുന്നത്. അതിനെതിരായിട്ടാണ് ഇപ്പോൾ ജനങ്ങൾ ശബ്ദമുയർത്തുന്നത്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി. ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മുഖമാണ് ഈ ഉത്സവം. എല്ലാവർക്കും നന്ദി, എൻ്റെ നമസ്കാരം.